ഭൂപടത്തിൽ റഷ്യ എന്ന പേര് വെറും ഒരു രാജ്യമല്ല, അതൊരു പോരാട്ട വീര്യത്തിന്റെ അടയാളമാണ്. സൈനികമായും സാമ്പത്തികമായും ഒരു രാജ്യം തകർക്കാൻ ലോകശക്തികൾ ഒത്തുചേരുമ്പോൾ തളരാതെ പൊരുതുന്ന റഷ്യൻ മനസ്സിനെ ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. റഷ്യയുടെ വടക്കേ അറ്റത്ത് മഞ്ഞുറഞ്ഞ കടലിന് കാവൽ നിൽക്കുന്ന മുർമാസ് തുറമുഖത്ത് നിന്ന് -ഡിഗ്രി തണുപ്പിൽ കൂറ്റൻ കപ്പലുകൾ പുകതുപ്പി പുറപ്പെടുമ്പോൾ അവ വെറും ചരക്ക് വാഹനങ്ങളല്ല, മറിച്ച് റഷ്യയുടെ ആത്മാഭിമാനമാണ്. അമേരിക്കയും നാറ്റോ സഖ്യവും തീർത്ത ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ കടൽ തിരമാലകളിൽ അപ്രസക്തമാക്കിക്കൊണ്ട് റഷ്യൻ കപ്പലുകൾ ജൈത്രയാത്ര തുടരുന്നു. ഗ്രിഡ്ജ് പോലുള്ള ഭീമൻ കപ്പലുകൾ ആർട്ടിക്കിലെ മഞ്ഞുപാളികൾ ഭേദിച്ചു മുന്നേറുമ്പോൾ അത് പാശ്ചാത്യ സാമ്പത്തിക ക്രമത്തിന് മേലുള്ള റഷ്യയുടെ ഇടുത്തിയായി മാറുന്നു. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് കരുതുന്ന ചില ശക്തികൾക്കുള്ള റഷ്യയുടെ മറുപടിയാണ് ഈ കപ്പലുകൾ. സമാധാനത്തിന്റെ വക്താക്കളെന്ന് സ്വയം ചമയുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായി എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് അൽബോറൻ കടലിൽ അരങ്ങേറുന്നത്. മെഡിറ്ററേനിയൻ കടലിന്റെ പ്രവേശന കവാടമായി ഇവിടെ വെച്ച് റഷ്യൻ ചരക്ക് കപ്പലുകളെ തടയുന്ന ഫ്രഞ്ച് നാവികസേനയുടെ നടപടി കേവലം സുരക്ഷാ പരിശോധനയല്ല, മറിച്ച് റഷ്യയുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കാനുള്ള ആസൂത്രിത നീക്കമാണ്. നൂതന യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് നിരായുധരായ റഷ്യൻ നാവികരെ ഭീഷണിപ്പെടുത്തുന്നത് വീരത്വത്തിന്റെ പര്യായമാണ്. വ്ളാഡിമിർ പുടിൻ എന്ന നേതാവിന്റെ ദീർഘവീക്ഷണം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഞങ്ങളുടെ പാത തടയാൻ വരുന്നവർക്ക് അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. സൈനിക അകമ്പടിയോടെ അല്ലാതെ ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ റഷ്യൻ കപ്പലുകൾക്ക് ഇന്ന് പ്രത്യേക വൈഭവമുണ്ട്. നെപ്പോളിയന്റെയും ഹിറ്റ്ലറുടെയും അന്ത്യം കുറിച്ചത് റഷ്യൻ മണ്ണിലാണെന്ന് ഫ്രാൻസും ജർമ്മനിയും മറന്നു പോകരുത്. ഒളിച്ചിരുന്നല്ല, ലോകത്തിന് മുന്നിൽ നേരിട്ട് വെല്ലുവിളിച്ചാണ് റഷ്യ പൊരുതുന്നത്. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അദൃശ്യ നാവിക ശക്തിയായി റഷ്യയുടെ ഷാഡോ ഫീറ്റ് മാറിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് വിലക്കുകളെയും പ്രൈസ് ക്യാപ്പുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നൂറുകണക്കിന് കപ്പലുകളാണ് ഇന്ന് സമുദ്രങ്ങളിൽ നീങ്ങുന്നത്. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇതിനെ നിഴൽ കപ്പലുകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ റഷ്യക്കത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള വാളാണ്. നിഗൂഢമായ ഉടമസ്ഥാവകാശങ്ങളിലൂടെയും പേരുമാറ്റങ്ങളിലൂടെയും ഈ കപ്പലുകൾ സമുദ്രം കടക്കുമ്പോൾ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ നിസ്സഹായരാകുന്നു. ഇത് നിയമലംഘനമല്ല, മറിച്ച് ഏകപക്ഷീയമായ ഉപരോധങ്ങൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ പോരാട്ടമാണ്. ഇൻഷുറൻസിനായി ലണ്ടനിലെ കമ്പനികളെ കാത്തു നിൽക്കാതെ സ്വന്തം റിസ്കിൽ കടലിലിറങ്ങുന്ന ഈ കപ്പലുകൾ റഷ്യയുടെ അജയ്യമായ മനക്കരുത്തിന്റെ പ്രതീകമാണ്. ഡോളറിന് മുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് റൂബിളിലും മറ്റു പ്രാദേശിക കറൻസികളിലും ഇടപാടുകൾ നടക്കുമ്പോൾ തകരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അടിത്തറയാണ്. ചങ്ങലകളാൽ തളച്ചിടാൻ കഴിയാത്ത റഷ്യൻ ആത്മാവ് സമുദ്ര നീലിമയിൽ തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്തുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലക്കേർപ്പെടുത്തുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളായ ഇന്ത്യയും ചൈനയും റഷ്യയുടെ ഏറ്റവും വലിയ വിപണിയായി മാറി. ഷാഡോ ഫ്ലീറ്റിലെ നൂറുകണക്കിന് കപ്പലുകൾ സൈബീരിയൻ തീരങ്ങളിൽ നിന്നും മുർമാൻസ്കിൽ നിന്നും ആഴ്ചകൾ നീളുന്ന യാത്രക്കൊടുവിൽ ഗുജറാത്തിലെ ജാംനഗറിലോ ചൈനയിലെ ഷാങ്ഹായ് തീരങ്ങളിലോ അടുക്കുമ്പോൾ തകരുന്നത് അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങളാണ്. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ അമേരിക്ക ആവത് ശ്രമിച്ചെങ്കിലും സ്വന്തം ജനതയുടെ ക്ഷേമത്തിനാണ് മുൻഗണനയെന്ന് പ്രഖ്യാപിച്ച് റഷ്യയുമായി കൈകോർത്ത ഭാരതത്തിന്റെ നിലപാട് പാശ്ചാത്യർക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയാണ്. ചൈനയാകട്ടെ റഷ്യയുടെ തന്ത്രപ്രധാന പങ്കാളിയായി നിലകൊള്ളുകയും പസഫിക് സമുദ്രത്തിലൂടെയുള്ള പുതിയ വ്യാപാര പാതകൾ സുഗമമാക്കുകയും ചെയ്യുന്നു. ഡോളറിന് പകരമായി രൂപയിലും യുവാനിലും വ്യാപാരം നടത്തുന്നത് പാശ്ചാത്യ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഏഷ്യൻ വിപണികൾ റഷ്യൻ ഇന്ധനത്തിന് സുരക്ഷിതമായി ഇടമൊരുക്കുമ്പോൾ ഷാഡോ ഫ്ലീറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഐക്യത്തിന്റെയും റഷ്യയുടെ തളരാത്ത പോരാട്ട വീര്യത്തിന്റെയും അടയാളമായി മാറുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക ഏകാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന കരുത്തുറ്റ ഒരു ബദൽ ശക്തിയാണ് ബ്രിക്സ്. റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ പരാജയപ്പെടുത്തുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പാശ്ചാത്യ ലോകം റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാണ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വഴി വികസ്വര രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിലൂടെ പടിഞ്ഞാറൻ ബാങ്കിംഗ് മേഖലകളുടെ മേൽക്കോയ്മ അവസാനിപ്പിക്കുന്നു. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും ലോകം ബഹുദ്രുവത്തിലേക്ക് മാറുകയാണെന്നും ബ്രിക്സ് തെളിയിക്കുന്നു. റഷ്യയെ തളയ്ക്കാൻ ഇറങ്ങിത്തിരിച്ച യൂറോപ്പിന്ന് സ്വന്തം തന്ത്രങ്ങളുടെ ഇരകളാണ്. റഷ്യൻ ഇന്ധനം തടഞ്ഞതോടെ യൂറോപ്പിന്റെ ഇന്ധനവില കുതിച്ചുയരുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു. ലോകത്തിന് റഷ്യയുടെ ഇന്ധനം വേണം, അത് തടയാൻ ആർക്കും കഴിയില്ല.
ഉപരോധങ്ങൾ വെറും ഒരു കടലാസ് കഷ്ണമാണെന്ന് റഷ്യ തെളിയിച്ചു കഴിഞ്ഞു. ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനെ വെല്ലുവിളിച്ചാൽ ആ രാജ്യം എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്നതിന്റെ പാഠപുസ്തകമാണ് ഇന്നത്തെ റഷ്യ. കടലിലെ വേട്ടക്കാർ അത്യാധുനിക സന്നാഹങ്ങളുമായി റഷ്യൻ കപ്പലുകളെ വളഞ്ഞേക്കാം. പക്ഷേ ആ കൂറ്റൻ ഉരുക്കുപാളികൾക്കുള്ളിൽ തുടിക്കുന്നത് ഒരു ജനതയുടെ അജേയമായ പോരാട്ട വീര്യമാണ്. പടിഞ്ഞാറൻ ലോകം തീർത്ത ഉപരോധത്തിന്റെ വേലിക്കെട്ടുകൾ ഓരോന്നായി തകർത്തെറിഞ്ഞ് ഷാഡോ ഫ്ലീറ്റുകൾ സമുദ്രം കീഴടക്കുമ്പോൾ അവിടെ അസ്തമിക്കുന്നത് അമേരിക്കൻ ആധിപത്യത്തിന്റെ കറുത്ത നാളുകളാണ്. കപ്പലുകൾ തടയാം, ചരക്കുകൾ പിടിച്ചെടുക്കാം. എന്നാൽ വ്ളാഡിമിർ പുടിൻ വിഭാവനം ചെയ്യുന്ന റഷ്യയുടെ നിശ്ചയദാർഢ്യത്തെ തളച്ചിടാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ലോകം തെളിയിച്ചിരിക്കുന്നു. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന് മോഹിക്കുന്നവർ ഇന്ന് സ്വന്തം സാമ്പത്തിക തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യയും ചൈനയും പോലുള്ള വൻ ശക്തികളെ കൂട്ടുപിടിച്ച് റഷ്യ കെട്ടിപ്പടുക്കുന്ന ഈ പുതിയ ലോകക്രമത്തിൽ ആധിപത്യത്തെക്കാൾ പ്രാധാന്യം അതിജീവനത്തിനാണ്. ചരിത്രത്തിന്റെ താളുകളിൽ എന്നും തലയുയർത്തി നിന്നിട്ടുള്ള റഷ്യ ഇന്ന് തോൽക്കാൻ തയ്യാറല്ല. കടലിലെ ഈ നിശബ്ദ യുദ്ധത്തിൽ ആത്യന്തിക വിജയം നീതിക്കൊപ്പം നിൽക്കുന്നവർക്കും സ്വന്തം മണ്ണിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്കുമായിരിക്കും. തീർച്ചയായും റഷ്യയുടെ ഈ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ് നോർത്തേൺ സീ റൂട്ട്. പാശ്ചാത്യ രാജ്യങ്ങളെ കണ്ണുവെട്ടിക്കാനും ദൂരെ കൂടുതൽ കുറയ്ക്കാനുമായി റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു പാതയാണിത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന സൂയസ് കനാലിനും മലായ കടലിടുക്കിനും മുകളിലൂടെ റഷ്യ കണ്ടെത്തിയ വജ്രായുധമാണ് നോർത്തേൺ സീ റൂട്ട്. ആർട്ടിക്കിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ റഷ്യൻ ആയുധപ്പുരയുടെ കൂറ്റൻ ന്യൂക്ലിയർ ഐസ് ബ്രേക്കുകൾ വഴി തുറക്കുന്ന ഈ പാത യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ദൂരം ഏതാണ്ട് 40% കുറയ്ക്കുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നാവികസേനകൾക്ക് കടന്നു ചെല്ലാൻ പ്രയാസമുള്ള ഈ ആർട്ടിക്കൽ പാതയിലൂടെ റഷ്യൻ കപ്പലുകൾ സുരക്ഷിതമായി ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കുതിക്കുന്നു. പാശ്ചാത്യ നിരീക്ഷണ ക്യാമറകൾക്കും ഉപരോധങ്ങൾക്കും പിടികൊടുക്കാതെ സമുദ്രത്തിലെ പുതിയ സൗജന്യ പാതയായി ഇതിനെ റഷ്യ മാറ്റിക്കഴിഞ്ഞു. ലോക വ്യാപാരത്തിന്റെ കേന്ദ്രബിന്ദു പടിഞ്ഞാറനിൽ നിന്ന് കിഴക്കോട്ട് മാറ്റുന്നതിൽ ഈ ആർട്ടിക്കൽ പാത നിർണായക പങ്ക് വഹിക്കുന്നു. വ്ളാഡിമിർ പുടിന്റെ ദീർഘവീക്ഷണത്തിൽ വിരിഞ്ഞ ഈ നീക്കം കടലിലെ അമേരിക്കൻ ആധിപത്യത്തിന് മേൽ റഷ്യ തൊടുത്തുവിട്ട ഏറ്റവും മൂർച്ചയുള്ള അമ്പാണ്.